ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒക്ടോബറിൽ നടന്ന സൂപ്പർ ഗ്രേഡ് ബാങ്കിൻ്റെ ആക്ട് ആൻഡ് റൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെക്ഷൻ ഓഫ് KCS Act 1969 സ്പെസിഫൈഡ് അബൌട്ട് പവർ ഓഫ് രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ്? അപ്പോൾ ഏതേതിൻ്റെ ആൻസർ? ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 68B. ഇത് പുതിയ അമെൻമെൻറ്റിൽ വന്നിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സെക്ഷൻ 68 എന്ന് പറയുന്നത് സർചാർജ് ആണ്, ഇഷ്യൂഡ് ബൈ രജിസ്ട്രാർ. ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സർചാർജ് എന്ന് പറയുന്നത് എൻക്വയറി ആണ്. ഇനി ഒരാൾ സർചാർജറായി കഴിഞ്ഞാൽ ഒരു 3 years കഴിഞ്ഞിട്ട് മാത്രമേ വീണ്ടും അയാൾക്ക് മെമ്പർ ആവാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സർചാർജ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് അപ്പീലിന് പോവേണ്ടത് 6 months ഉള്ളിലാണ്. സെക്ഷൻ 68A എന്ന് പറയുന്നത് വിജിലൻസ് ഓഫീസറാണ്. വിജിലൻസ് ഓഫീസർ അണ്ടർ ദ കൺട്രോൾ ഓഫ് രജിസ്ട്രാർ ആണ്. അയാളുടെ റാങ്ക് എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DIG ഓഫ് പോലീസാണ്. മാത്രമല്ല വിജിലൻസ് ഓഫീസർ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്തുള്ള രജിസ്ട്രാറിൻ്റെ സെയിം ഓഫീസിൽ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനത് എളുപ്പമായിരിക്കും. അണ്ടർ ദ കൺട്രോൾ ഓഫ് രജിസ്ട്രാറുമാണ്, പിന്നെ വർക്ക് ചെയ്യുന്നതും അവിടെ തന്നെയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The Cooperative Arbitration Court shall pass an award within dash on receipt of dispute in accordance with the provisions of KCS Act and Rule 1969. ഓക്കെ, ഇതിൽ പറയുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എത്ര ദിവസത്തിനുള്ളിലാണ് അവാർഡ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര ദിവസത്തിനുള്ളിലാണ്? ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ, 1 year ഉള്ളിലാണ്. നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സെക്ഷൻ 70 എന്ന് പറയുന്നതാണ് അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്. 70A ആണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ആർബിട്രേഷൻ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഇനി നമുക്ക് ആർബിട്രേഷൻ കോർട്ടിൽ നിന്നൊരു അവാർഡ് കിട്ടിയാൽ അതിന് നമ്മൾ അപ്പീലിന് പോവേണ്ടത് ട്രിബ്യൂണലിൻ്റെ അടുത്തോട്ടാണ്. അതിനുള്ള ഡേയ്സ് എന്ന് പറയുന്നത് 60 days ഉള്ളിലാണ്. ഇനി ഒരു അവാർഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് 12 years ഉള്ളിലാണ്. ആർബിട്രേഷൻ കോർട്ടിലെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു മുനിസിഫ് മജിസ്ട്രേറ്റ് ആയിരിക്കും. ഇനി എല്ലാ നോൺ മൊണേറ്ററി ഡിസ്പ്യൂട്ടുകളും നമ്മൾ ഫയൽ ചെയ്യേണ്ടത് ആർബിട്രേഷൻ കോർട്ടിലാണ്. നോൺ മൊണേറ്ററി ആർബിട്രേഷൻ കോർട്ടിലും, മൊണേറ്ററി ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാറിൻ്റെ അടുത്തോട്ടാണ് പോവേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The election fees to be remitted by State Cooperative Union for the election of Managing Committee of the Union shall be. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ ഫീ എത്രയാണെന്നാണ്. എത്രയാണ്? ഓക്കെ, ഇലക്ഷൻ ഫീ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓപ്ഷൻ ബി ആണ്, 7,500 ഇനി നമുക്ക് മറ്റുള്ളതിൻ്റെയൊക്കെ ഇലക്ഷൻ ഫീസ് നോക്കാം. റൂൾ 35E ഇലക്ഷൻ ഫീയെ പറ്റി പറയുന്നത്. അപ്പെക്സ് സൊസൈറ്റികൾക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും 7,500. സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റികൾക്ക് 4,500. ക്രെഡിറ്റ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റികൾക്ക് 3,000. അതർ സൊസൈറ്റീസ് ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന് 1,500 ഇലക്ഷൻ ഫീസ്. റൂൾ 35E ഇലക്ഷൻ ഫീസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following is not a reason for winding up of a cooperative society under section 71 of the KCS Act 1969? ഇതിൽ ചോദിച്ചിരിക്കുന്നത് നോട്ട് എ റീസൺ എന്നാണ്. വൈൻഡപ്പിനുള്ള റീസൺ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ സൊസൈറ്റി വർക്കിംഗ് ഓൺ ലോസ് കണ്ടിന്യൂസ്ലി ഫോർ മോർ ദാൻ 6 years. അതൊരു വൈൻഡപ്പിനുള്ള റീസൺ അല്ല. ഇനി നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സെക്ഷൻ 71 വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. വൈൻഡിങ് അപ്പ് ഓഫ് റെസൊല്യൂഷൻ ഷാൾ ബി പാസ്ഡ് ഇൻ ദ ജനറൽ ബോഡി അറ്റ് 3/4 majority. ഓക്കെ, വൈൻഡപ്പിനുള്ള റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടത് 3/4 majorityയിലാണ്. സെക്ഷൻ 72 എന്ന് പറയുന്നത് ലിക്വിഡേറ്ററാണ്. അതായത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആ ഓഫീസറിനെ പറയുന്ന പേരാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. സെക്ഷൻ 73 പവർ ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് 2 years. ഓക്കെ, ലിക്വിഡേറ്റർ വൈൻഡപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 വർഷത്തിൻ്റെ ഉള്ളിലാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Every application for review under section 85 of the KCS Act 1969 shall be in. ഏത് ഫോം നമ്പറിലാണ് സെക്ഷൻ 85 ആപ്ലിക്കേഷൻ ഓഫ് റിവ്യൂ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ്? ഫോം നമ്പർ 16 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു ഭാഗത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോം നമ്പറുകൾ നോക്കാം.
അപ്പൻഡിക്സ് 2-ലാണ് ഫോംസിനെ പറ്റി പറയുന്നത്, റൂള് എഫിലും. ഓക്കെ, ഇനി അപ്പീൽ ടു ട്രിബ്യൂണൽ അണ്ടർ സെക്ഷൻ 82 ഫോം നമ്പർ 15 ആണ്. റിവിഷൻ ടു ട്രിബ്യൂണൽ ഫോം നമ്പർ 17. ഇൻ്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ ഫോം നമ്പർ 18 ആണ്. ഓക്കെ, ഇനി സെക്ഷൻ 81-ൽ പറയുന്നത് ട്രിബ്യൂണലും, 82-ൽ അപ്പീൽ ടു ട്രിബ്യൂണലും, 83-ൽ അപ്പീൽ ടു അതർ അതോറിറ്റീസും ആണ്, അതായത് ഗവൺമെൻറ്റിലോട്ടുള്ളത്. 84 എന്ന് പറയുന്നത് റിവിഷൻ ബൈ ട്രിബ്യൂണൽ, 85 റിവ്യൂ ബൈ ട്രിബ്യൂണൽ. നമ്മൾ ട്രിബ്യൂണലിൻ്റെ ഭാഗത്തെ ക്ലാസ്സുകളൊക്കെ തുടർന്ന് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Appeal fees to be paid by an application filed by registrar under section 85 of the KCS Act 1916 and shall be എത്രയാണെന്നാണ്. ഓക്കെ, അപ്പോൾ രജിസ്ട്രാർ സെക്ഷൻ 75 പ്രകാരം ഒരു അപ്പീൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഫീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നോ ഫീസാണ്. അതായത് രജിസ്ട്രാർ അപ്പീലിന് പോകുമ്പോൾ അവിടെ ഫീസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് മറ്റ് ഫീസുകളൊക്കെ നോക്കാം. അപ്പീൽ ടു ട്രിബ്യൂണൽ, അതായത് സെക്ഷൻ 82 പ്രകാരം 5% ഓഫ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ്. ഓക്കെ, എത്രയാണോ നമ്മൾ ആ പരാതി കൊടുത്തിട്ടുള്ള അതിൽ പറഞ്ഞിട്ടുള്ളൊരു തുക അതിൻ്റെ 5%. പക്ഷെ അപ്പോഴും അവിടെ ഒരു മിനിമം 500, മാക്സിമം 3000 ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ അമെൻമെൻറ്റ് പ്രകാരം മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം എടുത്ത് പഠിക്കണം. നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിലൊക്കെ അമെൻമെൻറ്റ് എടുത്ത് നമ്മൾ വേറെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾക്ക്, അതായത് ഇലക്ഷന് 3000, അതർ ഡിസ്പ്യൂട്ടുകൾക്ക് 750 ആണ്. ഇനി റിവിഷൻ ഫീസ് അണ്ടർ സെക്ഷൻ 84 ആൻഡ് റിവ്യൂ അണ്ടർ സെക്ഷൻ 85 325 രൂപയാണ് ഫീസുകൾ കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 59A ഓഫ് ദ KCS ആക്ട് ഡീൽസ് വിത്ത്. ഓക്കെ, എന്താണ് അതിൻ്റെ ആൻസർ? 59 എന്താണ്? 59A എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി ആണ്. നമുക്കതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സെക്ഷൻ 59 എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആണ്. അത് റൂളിൽ പറയുന്നത് റൂൾ 56-ലാണ്. ഇനി ലോൺ എമൗണ്ട് ബിലോ 10 lakh പ്രോപ്പർട്ടി വാല്യൂഡ് ബൈ ഓഫീസർ ഓർ ഓഫീസേഴ്സ് ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി. അതായത് നമ്മൾ സൊസൈറ്റികളിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ഇത് വെക്കുമല്ലോ, അതായത് സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ വെക്കും. അങ്ങനെ വെക്കുന്നത് അതിൻ്റെ വാല്യുവേഷനാണ് ഇതിൽ പറയുന്നത്. ഇത് നമ്മൾ ആ ലോൺ എടുക്കുന്ന തുക 10 ലക്ഷത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ അത് വാല്യൂ ചെയ്യണത് ഓഫീസർ ഓർ ഓഫീസേഴ്സ് ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ആയിരിക്കും. ഇനി ലോൺ എമൗണ്ട് 10 ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഒരു പാനൽ ഓഫ് 5 members കൺസിസ്റ്റിംഗ് ഓഫ് 2 officers ഇൻക്ലൂഡിംഗ് CEO, 2 members ഓഫ് ദ കമ്മിറ്റി, 1 ഇൻഡിപെൻഡൻറ്റ് വാല്യുവർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി. ഓക്കെ, ഇങ്ങനെ 5 പേരായിരിക്കും അത് പാനലിൽ ഉണ്ടായിരിക്കുക. ഇനി 59B എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ സൊസൈറ്റി. ഇതൊക്കെ പുതിയ അമെൻമെൻറ്റിൽ വന്നതാണ്. ഓക്കെ, അപ്പോൾ 59B എന്താണ്? പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ സൊസൈറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് ആ എക്സാമിൽ തന്നെ. നമ്മൾ പാർട്ട് 2-ൽ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.